പാകിസ്ഥാൻ വിരുദ്ധതയുടെ മറപിടിച്ച് ഹൈദരാബാദിലെ കറാച്ചി ബേക്കറിക്കെതിരെ തെരുവിലിറങ്ങിയവർ എന്തോ രാജ്യസ്നേഹികളാണെന്ന് കരുതുന്നവരുണ്ടോ എന്നറിയില്ല. പക്ഷെ അവരും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ കാശ്മീരി വിദ്യാർത്ഥികളെ ആക്രമിച്ചവരുമൊക്കെ കിട്ടിയ അവസരം ഉപയോഗിച്ച് ഈ രാജ്യത്തിന്റെ ഐക്യത്തെ ദുർബലമാക്കുകയാണെന്ന് കരുതുന്നവരുണ്ട്. മതേതര ഇന്ത്യയെ മതമൗലികവാദ പാകിസ്ഥാൻ ശൈലിയിലേക്ക് വലിച്ചടയ്ക്കുന്നവരെ തടയണം. മറ്റൊന്നുകൂടി പറയാതെ വയ്യ, അത് പാകിസ്ഥാനെ വിഴുങ്ങിയതും ഇന്ത്യയിൽ വേരുപിടിച്ചിട്ടുള്ളതുമായ തീവ്രവാദത്തെ എതിർക്കുന്നതിനെ മുസ്ലിം വിരുദ്ധതയായി വ്യാഖ്യാനിക്കാനുള്ള ചിലരുടെ നീക്കമാണ്. വർഗീയതയും തീവ്രവാദത്തെയും എതിർക്കുന്നത് ബന്ധപ്പെട്ട മതങ്ങൾക്കെതിരെയുള്ള നീക്കമാണെന്ന് സ്ഥാപിക്കുന്നവർ തീവ്രവാദത്തിനും വർഗീയതയ്ക്കും സ്വീകാര്യതയുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു മതവും അതിന് സമ്മതിക്കരുത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് ഹൈദരാബാദിലെ ശംഷാബാദിലുള്ള കറാച്ചി ബേക്കറിയിലേക്ക് മുദ്രാവാക്യ വിളികളുമായി BJP സംഘപരിവാർ പ്രവർത്തകരെന്ന് കരുതുന്നവർ എത്തിയത്. അതിനു മുൻപും ഇതേ ബേക്കറിക്കെതിരെ പലയിടത്തും പ്രതിഷേധമുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ നഗരമായ കറാച്ചി എന്ന പേര് ബേക്കറിയിൽ നിന്ന് മാറ്റണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഇന്ത്യ വിഭജനത്തിന് ശേഷം 1953 കറാച്ചിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ സിന്ധി ഹിന്ദുക്കളാണ് ബേക്കറി ഉടമകൾ. അവർ തങ്ങൾ ജീവിച്ചിരുന്ന നഗരത്തിന്റെ ഓർമ്മയ്ക്കായി ബേക്കറിക്ക് കറാച്ചി എന്ന് പേരിട്ടതാണ്. ഫ്രൂട്ട് ബിസ്ക്കറ്റുകൾക്കും ഉസ്മാനിയ ബിസ്ക്കറ്റുകൾക്കും പേര് കേട്ട കറാച്ചി ബേക്കറിക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ശാഖകളുണ്ട്. നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തുന്നുണ്ട്. കറാച്ചി എന്ന പേര് കേട്ടതോടെ അക്രമികൾ മുഷ്ടിയും ചുരുട്ടി ഇറങ്ങുകയായിരുന്നു. വ്യാപകമായ സൈബർ ആക്രമണവും ഉണ്ടായിരുന്നു. ബേക്കറിയുടെ പേര് തങ്ങളുടെ ദേശീയതയുടെ ഭാഗമല്ലെന്നും ഇന്ത്യയിൽ സ്ഥാപിതമായ 100% ഇന്ത്യൻ ബ്രാൻഡാണ് കറാച്ചി ബേക്കറി എന്നും ഉടമകൾക്ക് വിശദീകരിക്കേണ്ടി വന്നു. ഭരിക്കുന്നവരുടെ പിന്തുണയുണ്ടെന്ന അഹങ്കാരത്തോടെ തെരുവിലിറങ്ങുന്നവരോട് പൗരന്മാരും വ്യാപാരികളും ഒക്കെ ഇത്തരം വിശദീകരണം നൽകേണ്ടി വരുന്നത് അരാജകത്വമാണ്. കറാച്ചി ബേക്കറി ഹിന്ദുക്കളുടേതാണെന്ന് അറിഞ്ഞപ്പോഴാണ് അക്രമികൾ പിൻവാങ്ങിയതെങ്കിൽ അതും ആശ്വാസകരമല്ല. മതം നോക്കി പ്രതികരണം നിശ്ചയിക്കുന്നതിലേക്ക് എത്തിയോ കാര്യങ്ങൾ? മതഭ്രാന്തന്റെ പേരിലാണ് നാം പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സാമൂഹിക വിരുദ്ധരെ നിലയ്ക്ക് നിർത്താതെ നമുക്ക് ആ വിമർശനം സത്യസന്ധമായി തുടരാനാകുമോ? ഏപ്രിൽ 22 പഹൽഗാമിൽ 26 പേരെ വധിച്ച ഭീകരാക്രമണത്തിനുള്ള മറുപടി ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചുമതലയിലേക്ക് സൈന്യത്തിലെ 2 വനിതകളെ തെരഞ്ഞെടുത്തതും അതിലൊരാൾ മുസ്ലിം ആയതും യാദൃശ്ചികമല്ല. മതം നോക്കി കൊല്ലാനിറങ്ങിയവർക്കുള്ള മതേതര സന്ദേശമായിരുന്നു. അതൊരു വജ്രായുധം പോലെ പാകിസ്ഥാന്റെ നെഞ്ചിൽ പതിച്ചിട്ടുമുണ്ട്. പക്ഷേ നാം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെയാണെന്ന് തിരിച്ചറിയാത്തവർ ഇവിടെ ഒരു ബേക്കറിയുടെ പേരും പൊക്കിപ്പിടിച്ച് വെറുപ്പിന്റെ കച്ചവടത്തിനിറങ്ങി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീർ വിദ്യാർത്ഥികൾക്കെതിരെ ഉത്തരാഖണ്ഡിലും ചണ്ഡീഗഡിലും ഉത്തർപ്രദേശിലും ഹിമാചലിലും ഒക്കെ ആക്രമണ ശ്രമവും അധിക്ഷേപവും ഉണ്ടായെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത്? അല്പം ശാന്തമായി ആലോചിച്ചാൽ ഈ രാജ്യം വിവിധ മതസ്ഥരായ സൈനികർക്കൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വികാരത്തിന് അടിപ്പെടാതെ നിലനിർത്തിയ മതേതര നിലപാടുകളും പരിഷ്കൃത നയതന്ത്രങ്ങളുമൊക്കെ മിനിറ്റുകൾ കൊണ്ട് നശിപ്പിക്കുകയല്ലേ വകതിരിവില്ലാത്ത കുറെ ആളുകൾ. സർക്കാർ അത് അനുവദിക്കരുത്. ജാതിമത ഭേദമന്യേ ജനങ്ങളും. ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. തീവ്രവാദത്തിനെതിരെ എന്ത് പരാമർശമുണ്ടായാലും അതെല്ലാം തങ്ങളുടെ മതത്തിനെതിരെയാണെന്ന ചില വ്യാഖ്യാനങ്ങൾ സംശയകരമാണ്. തീവ്രവാദത്തെ മതവുമായി കൂട്ടിക്കെട്ടരുതെന്ന് പറയുകയും അതേസമയം തീവ്രവാദ വിരുദ്ധ പരാമർശങ്ങളെല്ലാം മതത്തിനെതിരെയാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? തീവ്രവാദികളെയും വർഗീയവാദികളെയും പറയുമ്പോൾ പൊള്ളുന്നവരെ അതിന്റെ ഭാഗമായി തന്നെ കാണണം. ശ്രദ്ധിച്ചു നോക്കൂ, ഈ ഇരവാദക്കാരുടെയും കറാച്ചി ബേക്കറിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവരുടെയും സ്വരം ഒരുപോലെയല്ലേ? നാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ അത് തിരിച്ചറിയണം. ഒന്നിച്ചു നിൽക്കണം.